തുമ്പി എന്താ നന്ദു? ഒന്നുമില്ല. അല്ല, നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നേ? അവരെല്ലാം വാഷ്റൂമിൽ പോയിരിക്കുവാ. അവരെ വെയിറ്റ് ചെയ്യാം. ഹായ് നന്ദു. നന്ദു കുറെ നേരമായി വന്നിട്ട്? ഇല്ല, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഞാനങ്ങ് പേടിച്ചു പോയി. നീ എന്നെ കുറെ വെയിറ്റ് ചെയ്ത് കാണുന്നു കരുതി. നന്ദു, ഞാൻ പോവാ. ഈ പിശാചിന് വരാൻ കണ്ട ടൈം. അതേതായാലും നന്നായി. എനിക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാനുണ്ട്. നന്ദു, നീ വാ. അത് പിന്നെ ജോയി, എനിക്ക് ഷൂ നോക്കാനുണ്ട്. നീ വന്നേ, ഞാൻ സെലക്ട് ചെയ്തരാം. വാ. എന്നെ പോകുന്ന കണ്ടില്ലേ? അവളെ എങ്ങനെ ഇവിടെ എത്തി? നന്ദു വിളിച്ചതാവും. അവള് പറഞ്ഞത് കേട്ടില്ലേ? എന്തേലും ആവട്ടെ. തുമ്പി, എന്താടേ? എന്താ മുഖം വല്ലാതിരിക്കുന്നേ? അത് പിന്നെ ഞാൻ നിന്നോട് എങ്ങനെ പറയാ? എന്താ എന്താ ദൈവം പറ്റിയേ? തുമ്പേച്ചി, എന്താ ചിന്നു കരയുന്നേ? എന്ത് പ്രശ്നം? അല്ല, പാറസും പാത്തു എന്തേ? അവിടെ കാണുന്നില്ല. എന്ത് കാണാനില്ലാന്നോ? അതെ തുമ്പി, ഞങ്ങള് വാഷ്റൂമിൽ കയറിയപ്പോ അവര് പുറത്തുണ്ടായിരുന്നു. വന്നപ്പോ അവര് രണ്ടാളും കാണുന്നില്ല. ഞങ്ങൾ അവിടേക്കൊക്കെ നോക്കി. എന്താ നിങ്ങൾ ഈ പറയുന്നേ? ഈശ്വര, അമ്മ ഉപ്പയെ പറഞ്ഞതാ അവള് കൂട്ടണ്ടാമേ. തുമ്പി, നീ വിഷമിക്കാതെ, നമുക്ക് എല്ലായിടത്തും തിരയാം. വാ. അല്ല, ഉസ്മാൻ എന്തേ? അവൻ എന്തൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പാത്തോടെ ഉമ്മയോടോ നമ്മൾ എന്താ പറയാ? അവരില്ലാതെ നമ്മൾ എങ്ങനെ വീട്ടിൽ പോവാ? തുമ്പേച്ചി കരയണ്ട, നമുക്ക് അവരെ കണ്ടെത്താം. എന്നാലും മക്കൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? അല്ല, നീ ഐസ്ക്രീം ഷോപ്പിന്റെ അവിടെ നോക്കിയോ? ഇല്ല, ഞാൻ നിന്നോട് പറഞ്ഞ് നമുക്ക് അപ്പുറം തിരയാന്ന് കരുതി. എന്നാ അവൾ അവിടെ ഉണ്ടാവും. പേടിക്കാനൊന്നുമില്ല, ഇവിടെ ഫുൾ CCTVന്റെ നിരീക്ഷണത്തിലാ. അങ്ങനെയൊന്നുണ്ടല്ലേ? ഇപ്പൊ ഈ ആശ്വാസമായി. എന്നാ നമുക്ക് എല്ലായിടത്തും തിരയാം. ആദ്യം ഐസ്ക്രീം ഷോപ്പിൽ തന്നെ പോവാം. അവിടെ നോക്കാം ആദ്യം. അവിടെ ഉണ്ടാവാനാ സാധ്യത വളരെ കൂടുതൽ. അവൾ 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അറിയാതെ പോരുതെന്ന് അവളോട് 100 തവണ പറയാറുണ്ട്. ഞാൻ എത്ര തവണ അവളോട് പറയേണ്ടി? അവൾ പറഞ്ഞേ കേൾക്കൂല. തുമ്പേച്ചി ഇത്ര ടെൻഷൻ അടിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ ദേവേച്ചിന്റെ അനിയത്തിയല്ലേ? അതെ, ചെറുപ്പം മുതലേ പാർക്കുട്ടി എന്റെ അനിയത്തിയെ പോലെ. അവള് മാത്രല്ല, നിങ്ങളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാ. പിന്നെ അമ്മയും പറഞ്ഞിട്ടുണ്ട് അവളെ നല്ലോണം നോക്കണമെന്ന്. ആന്റി പറഞ്ഞു ഏൽപ്പിച്ചതാ. അവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാ. അതാ അവളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ്.